ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനത് എൻ്റെ രീതിയിൽ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, കാരണം ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല, അതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇത്രയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഒരു 4-5 ഫിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കുക. പാരലലി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, മല്ലിപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ആ പച്ചമണം മാറിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് അത് ഒന്ന് ആ ചൂടിക്കിടന്ന് തന്നെ ആ പച്ചമണം ഒന്ന് മാറട്ടെ. എന്നിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ പാലക്കിൻ്റെ ഇലയോ, ഞാനിവിടെ എടുത്തേക്കുന്ന ബേബി സ്പിനാച്ച് ലീവ്സ് ആണ്. ഇതിനെ നല്ല രീതിയിൽ കഴുകി മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് ഈ വേവിച്ച് വച്ചേക്കുന്ന കടലയിൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നല്ല പച്ച കളറായിരിക്കും, പക്ഷേ ഇത് ഗ്രാജുവലി കളർ മാറി 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 വരും. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് തിള വന്നതിന് ശേഷം ഇത് നമ്മൾ താളിച്ചൊഴിച്ചിട്ട് അതിൻ്റെ ആ എണ്ണ തെളിയുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കുക. അപ്പോൾ എപ്പോഴും എല്ലാ കറിക്കും എനിക്ക് തോന്നിയേക്കുന്നത് ഈ എണ്ണ തെളിഞ്ഞ് വന്നാലേ ശരിക്കും അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കടലക്കറി. അപ്പോൾ ഇതിൽ ഞാൻ പുട്ടും കൂട്ടിയാണ് കേട്ടോ ഇത് കഴിച്ചത്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് അരിപ്പുട്ടിനെക്കാളും ഗോതമ്പ് പുട്ടാണ് ഈ കടലക്കറിയുടെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഫേവററ്റായിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പുട്ടും ഈ ഉണ്ടാക്കി വച്ചേക്കുന്ന ഈ കടലക്കറിയും കൂടെ ചേർത്താണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും, നമ്മൾ ഈ അവസാനത്തെ സ്റ്റേജസിൽ ഒന്നും ആ പച്ച കളർ കാണത്തില്ല. ശരിക്കും നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കടലക്കറിയുടെ അതേ ടെക്സ്ചർ തന്നെ ആയിരിക്കും. നോക്കിക്കേ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇത്രയും പാലക് ലീവ്സ് അല്ലെങ്കിൽ ബേബി സ്പിനാച്ച് ലീവ്സ് ആഡ് ചെയ്തിട്ട് പോലും നോർമൽ കടലക്കറിയുടെ അതേ ഒരു ടെക്സ്ചറിലാണ് ഇത് കിട്ടിയേക്കുന്നത്. അതിന് ഒരു കളറൊന്നും അറിയില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് നോർമൽ കടലക്കറി ആയിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ അവർ അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.